അവിടെ AC ഓഫ് ആണെന്ന് അറിയാൻ വേണ്ടി. അവിടെ AC ഓഫ് ആണെന്ന് അറിയാൻ വിളിച്ചാ. ഓണാക്കാവോ? നീ കണ്ടിട്ട് വെച്ചോ? ഇന്നലെ പോയി വെച്ചോ? എത്രയാടാ? ലെൻസ് കാർട്ടാണോ? ലെൻസ് കാർട്ടാണോ? ഇട്ടാടാ. ഓണായിരുന്നോ? ഇവിടെ ഭയങ്കര ഇത് വിയർക്കും. കുറയ്ക്കോ? സ്മെല്ല് വ്യത്യാസം ഉണ്ടല്ലേ? സ്മെല്ലുണ്ടോ? സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യാൻ ഇപ്പൊ നിങ്ങോട്ട് കയറുന്നപ്പോ തോന്നിയായിരിക്കും. തണുപ്പില്ല. അതിൽ നിന്ന് ഓഫ് ചെയ്ത് ചിലപ്പോ ഓണാക്കി ചിലപ്പോ ഒന്നുകൂടെ. അല്ല നീ നോക്ക് പ്രശ്നം. എല്ലാവരുടെയും വീഡിയോ ഉണ്ടല്ലോ ചിരിക്കുന്നേ കണ്ടില്ലേ? ഇൻസ്റ്റ നോക്ക്. ഇൻസ്റ്റയിലാണ് എല്ലാവരും ഉണ്ട്. സ്മൈൽ ഡേ. ഇവന്മാര് 5 പേരല്ലേ? നിങ്ങൾ 4 പേര്. കൊള്ളാം. ഇൻസ്റ്റ നോക്കിയാൽ മതി. ഓടെ നല്ല നല്ല വീഡിയോ. നിനക്കെന്താ തോന്നിയതിന്റെ? അതിവിടെ ശരിക്കും ഒരാളുണ്ടായിരുന്നു, പുള്ളി പോയി. അപ്പം പുള്ളിയുടെ ഇന്റേൺസ് ഇപ്പം അവര് പഠിച്ചു തരുന്നേ ഉള്ളു ആയിരിക്കും. ഞാൻ അറിഞ്ഞില്ല, നിങ്ങളോടും പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല ഈ കാര്യമൊന്നും. ഇന്ന് വീഡിയോ കണ്ടപ്പോഴാണ്. നമുക്ക് നോക്കാം, ബാക്കി നോക്കാമെങ്കിൽ. പോപ്പ് വരെ ചെയ്ത് അല്ലേ? എന്തായിരുന്നു? എന്തായിരുന്നു?
ഒന്നിലധികം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താ ഡാറ്റ സ്ട്രക്ചർ ആണ് അറേ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഒന്നിലധികം ഡാറ്റ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ. അപ്പൊ അറേയുടെ പ്രത്യേകത എന്തൊക്കെയാ? നമുക്ക് അറയിലേക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, എലമെന്റ്സ് ആഡ് ചെയ്യാം, ഡാറ്റാസ് ആഡ് ചെയ്യാം. അപ്പൊ അറയിൽ ആഡ് ചെയ്യുന്ന ആ ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് എലമെന്റ്സ്. ഇല്ലേ? ഏത് ഡേറ്റ ടൈപ്പ് വേണമെങ്കിലും മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം, ഒരു പ്രശ്നം ഇല്ലില്ല. ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മൾ അത്ര എന്തെങ്കിലും ആഡ് ചെയ്യില്ല അല്ലേ? അതായത് ഇതെല്ലാം ഇനിഷ്യലൈസ് ആവുന്ന എവിടെ? റാമില. നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് റാമിലാണ് ഇത് ഇനിഷ്യലൈസ് ആവുക. അപ്പൊ അവിടുത്തെ മെമ്മറി എന്തായാലും നമ്മൾ ഇനി എത്ര ഡാറ്റ ഇട്ടാലും അറക്കിൽ ഇപ്പം അത്രയൊന്നും വരത്തില്ല. കാര്യം ടെക്സ്റ്റിന് ഭയങ്കര സൈസ് കുറവാണ് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം അത് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? നമുക്ക് അറയ്ക്ക് എന്തുണ്ട്? അറയിലുള്ള എലമെന്റ്സിന് ഇൻഡെക്സ് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഡെക്സ് നമ്പർ എന്തിനാ? അതിലുള്ള ഓരോ എലമെന്റിന്റെ പൊസിഷൻ നമുക്ക് നിർണ്ണയിക്കാൻ വേണ്ടി. ഇപ്പൊ ഇൻഡെക്സ് നമ്പർ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു എലമെന്റ് ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് നമ്പർ പറഞ്ഞു കൊടുത്താൽ ആ എലമെന്റ് കിട്ടും അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഒരു അറേ നമ്മൾ ഡിഫൈൻ ചെയ്തു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? അതിലേക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? പുഷ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിലോ പോപ്പ് ഉപയോഗിക്കാം. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് എലമെന്റ് പോപ്പ് ചെയ്യാം. നീ പറയുന്നത് സ്റ്റാക്കാ. സ്റ്റാക്ക് ഉണ്ട്, അത് സ്റ്റാക്ക് വേറെ. സ്റ്റാക്ക് എന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ എടുക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ഇത് അറയ്ക്കകത്തെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് നിന്ന്, പക്ഷെ എന്തോ ഇത് ലിസ്റ്റ് ചെയ്യണം. പക്ഷെ ഇതിനകത്ത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും റിമൂവ് ചെയ്യാം, എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ, ഇനി ഞാൻ ചെയ്ത് നോക്കാം. പിന്നെ പറഞ്ഞ അറയുടെ ലെങ്ത് ഇല്ലേ? അറയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് അറേ. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഒരു അറയ്ക്കകത്ത് ഒരു എലമെന്റ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? എം ഡി അറേ. ഓക്കെ ആണല്ലോ? ഒരു എലമെന്റ് ഇല്ലാത്ത അറയാണ് എം ഡി അറേ. മീൻസ് എങ്ങനെ? ഒബ്ജക്റ്റും അറേ. ബാക്കിയെല്ലാം നമ്മൾ അത് വെച്ച് നമ്മൾ നമുക്ക് വേണേൽ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാക്ക് വേണേൽ ക്രിയേറ്റ് ചെയ്യാം. അറയുടെ ഉള്ളിൽ നമുക്ക് ഏതും പറ്റും. അതായത് 3 എണ്ണം: സ്ട്രിങ്, നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഇല്ല. ഇത് നമ്പർ തന്നെ. ഇത് ബൂളിയൻ തന്നെയാ, കൺവേർട്ട് ആവില്ല. എല്ലാം ഡിഫറെന്റ്. ഇനി അത് മാത്രമല്ല, നമുക്ക് അറയ്ക്കുള്ളിൽ എന്തിടാം? അറയിടാം. കണ്ടോ? അറയ്ക്കുള്ളിൽ അറയിടാം. എനിക്ക് ഡൗട്ട് ഉണ്ടോ? ഇതെല്ലാം സ്ട്രിങ്. ഇത് സ്ട്രിങ്, ഇത് നമ്പർ, ഇതെന്താ? ബൂളിയൻ. ഇത് സ്ട്രിങ്, ഇത് നമ്പർ, ഇത് അറേ. പ്രിന്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു അറയും കൂടെ ഇട്ടെ. എത്ര എണ്ണം വെള്ളം എങ്ങനെ ഇട്ടിട്ട് പോവാം? നെസ്റ്റഡ് അറേ. ഒരു അറയ്ക്കകത്ത് വേറെ അറേ, അതിനകത്ത് വേറൊരു അറേ, അതിനകത്ത് വേറൊരു അറേ. എത്ര വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇപ്പൊ കുറെ വന്നപ്പോഴത്തേക്ക് അതിന്റെ പ്രിറ്റിയർ താഴോട്ടാക്കിയതാ. ഓക്കെ, console.log കണ്ടോ? എല്ലാം അതുപോലെ പ്രിന്റ് ചെയ്തു. ഇത് എന്താ? സ്ട്രിങ്, നമ്പർ സെയിം. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ടൈപ്പ് ഏതാണോ അത് തന്നെ അത് നിൽക്കും. ഇനി വേറെ വെച്ചാൽ എനിക്ക് വേണ്ടത് ഈ 45 ആണ് വേണ്ടത്. എന്ത് ചെയ്യാം? ഓക്കെ, അപ്പൊ നമുക്ക് 45 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ അത് ഇൻഡെക്സ് നമ്പർ നോക്കാം. 0, 1, 2, 3, 4, 5, 6 എന്ന് പറയുമ്പോൾ ഈ അറയായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ARO6 പ്രിന്റ് ചെയ്യാം. ARO6 എന്ന് പറയുമ്പോൾ എന്തായി? അറേ. ഇനി ആ അറയ്ക്കകത്തുള്ള ഇതിലേക്ക് വരണം. അപ്പൊ അറയ്ക്കകത്ത് 0, 1, 2, 3, 4 ഇങ്ങനെ കൊടുക്കാം. അതായത് 6-നകത്തുള്ള 4 ഒരു ചെയിൻ പോലെ വർക്ക് ചെയ്യും. അതായത് അതിന്റെ എടുത്തിട്ട് അതിലേക്ക് കൊടുക്കും, അതിന്റെ എടുത്തിട്ട് അങ്ങനെ പോകും. അതായത് ആദ്യമേ ARO6 എടുക്കും, പിന്നെ ആ കിട്ടുന്ന ഒരു അറയാണല്ലോ. അറയാണെങ്കിൽ അതിനകത്തുള്ള 4th കിട്ടും. പുതിയ കിട്ടി. ഇനി എന്ത് ചെയ്യണം? അതിനകത്തുള്ള എന്ത് കൊടുക്കണം? ഏതാടാ? അതായത് ഞാൻ ഇനി നോക്കി 0. അപ്പം 6 മനസ്സിലായി നിനക്ക്? ഓക്കെ, അപ്പം 6 എന്ന് പറയുമ്പോൾ എവിടം വരെ ആയി?
ഈ അറേ വരെ. നമുക്കിനി ഈ അറയ്ക്കകത്തുള്ള വേറൊരു എന്ത് എലമെന്റിലേക്കാണ് പോകേണ്ടത്. അപ്പം അതിന്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കും 0, 1, 2, 3, 4. ഇനി അതിനകത്തുള്ള ഏത് പൊസിഷൻ 1 അല്ലേ? കാര്യം 0, 1 നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 45. അതായത് എടുക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഇത് ആദ്യമേ എയർ ഓഫ് 6 എടുക്കും. അപ്പൊ നമുക്ക് അറേ കിട്ടും. ആ അറയ്ക്കകത്തുള്ള 4 എടുക്കും. അപ്പോഴും ഒരു അറേ കിട്ടി. ആ അറയ്ക്കകത്തുള്ള 1 എടുക്കും. അതാണ് നമ്മുടെ 45. ഇങ്ങനെ അപ്പൊ ചെയിൻ പോലെ ആദ്യത്തെ ചെയ്തിട്ട് അടുത്തത്, അടുത്തത് ഇങ്ങനെ പോകും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ നമുക്ക് ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ 3 + 4 + 5 + ചെയ്യുന്ന പോലെ ഇങ്ങനെയാണല്ലോ. അപ്പൊ 45 കിട്ടി. മനസ്സിലായത്? അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കണ്ട. മനസ്സിലായത്? ഇത് ചെയ്യാൻ അറിയാലോ? ചെയ്ത് നോക്കണോ? ഓക്കെ, ഓർത്തിരുന്നാൽ മതി. ഇനി അതുപോലെ എൻ്റെ ആവശ്യം ഈ ഓറഞ്ച് മാറ്റി അവിടെ ഗ്രേപ്പ് ആക്കണം എന്ന് വെച്ചോ. അതെന്താ? നമുക്കത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് നമുക്ക് നോക്കാം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. ഓറഞ്ചിന്റെ ഇപ്പോഴത്തെ ഇൻഡെക്സ് നമ്പർ എന്താ? 0, 1, 2, 3, 4. ഓക്കെ, അല്ല 4 ആണോടാ? 3 അല്ലേ? 3. ഓക്കെ, എയർ ഓഫ് 3 ഈക്വൽ ടു ഗ്രേപ്പ് എന്ന് കൊടുത്തേ. എന്ത് സംഭവിച്ചു? മാറി. ഓക്കെ, ഈ എയറിന് ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 0 അല്ല 1, 2, 3, 4, 5, 6, 7 എലമെന്റ്സ്. നമ്മൾ നേരത്തെ ഒക്കെ ഇൻഡെക്സ് നമ്പർ 0 തൊട്ടാ സ്റ്റാർട്ട് ചെയ്ത എലമെന്റ്സ് 7 ഉണ്ട്. അതിനകത്താണ് പിന്നെ ബാക്കിയൊക്കെ. ഇതിനകത്തുള്ളത് ഇനി കൂടത്തില്ല. ഇതൊരു എലമെന്റ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞാനിവിടെ AR of 6 എന്ന് പറയുമ്പോൾ എന്തായി? അവസാനത്തായി. AR of 7 കൊടുക്കുന്നു ഈക്വൽ ടു കിവി എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? 0, 1, 2, 3, 4, 5, 6, 7. 7th പൊസിഷനിൽ ആഡ് ആയി. പുഷ് ഉപയോഗിച്ച് ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇൻഡെക്സ് നമ്പർ വെച്ച് എവിടെ ഉള്ള ആഡ് ചെയ്യാം. അതായത് AR of 100 വേണ്ട, ഒരു 10 ഞാൻ കീ കൊടുക്കുന്നു. അപ്പൊ സംഭവിക്കാൻ നോക്കാം. നോക്കിയേ, 0, 1, 2, 3, 4, 5, 6. പിന്നെ ഒരു കാണിച്ചു തന്നുണ്ടോ? അതായത് അവിടെ ഇല്ല. അപ്പം 10th പൊസിഷനിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിന് 3 പൊസിഷൻ വേണമല്ലോ. അത് മൊത്തം MD ആയിട്ട് എടുക്കും. ലിങ്ക് ലിസ്റ്റ് പോലെ. അതായത് MD ആയിട്ട് ഇത് MD ആയിട്ട് എടുക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന രീതി വെച്ചാൽ 0, സോറി, ഇപ്പം ഈ നമ്മൾ കൊടുത്തേക്കുന്ന എത്ര? 10th ഇൻഡെക്സ്. ഇത് എത്ര വരെ ഉള്ളൂ? 6 വരെ ഉള്ളൂ. പിന്നെ 7, 8, 9 ആ 3 സാധനം ഉണ്ടല്ലോ. അങ്ങനെ 3 ഐറ്റംസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? 3 ഐറ്റംസ് MD ആയിട്ട് എടുക്കും. രണ്ട് 10th ആഡ് ചെയ്യും. 3 പറഞ്ഞാൽ ബാക്കി ഇത്രയും സാധനം MD ആയിട്ട് എടുക്കും. ആഡ് ചെയ്യും. നമുക്ക് എവിടെ വേണമല്ലോ ആഡ് ചെയ്യാം. ഏത് ഇൻഡെക്സ് പൊസിഷനിൽ വേണം ആഡ് ചെയ്യാം. അതാണ് സംഭവം. നമ്മൾ ലൂപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും വരില്ല. ആ ലൂപ്പ് വർക്കാം, പക്ഷെ അതൊന്നും വരില്ല. 10 ലൂപ്പ് വർക്കാം, പക്ഷെ ആ 7, 8, 9 ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അങ്ങനെ ഏത് പൊസിഷനിൽ ആഡ് ചെയ്യാം, ഏത് പൊസിഷനുള്ള വാല്യൂ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇതാണ് സംഭവം. ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇൻഡെക്സ് നമ്പർ വെച്ച് അസൈൻമെന്റ്. ഓക്കെ, ഇപ്പൊ ഇതൊന്ന് ട്രൈ നോക്കിയോ.
ചെയ്തോ? അറേയുടെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? എനിക്കൊരു വാല്യൂ അറിയാം, പക്ഷെ എനിക്ക് അറിയാം എന്തോന്ന് അറിയില്ല. ടൈപ്പ് ഓഫ് എന്ന് കൊടുത്താൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. നമ്മൾ ടൈപ്പ് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് വേണമെങ്കിൽ അറിയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പാക്കേജ് ഉണ്ട്, ലൊഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിനകത്ത് യൂസ് ചെയ്യും. ഇപ്പൊ ടൈപ്പ് ഓഫ് വരുമ്പോൾ നോക്കണേ, വരുന്നുണ്ടോ ഒബ്ജക്റ്റിനെ കാണിക്കുള്ളൂ. ശരിക്കും ഇത് അറേ ആണെങ്കിലും അറേ അവര് മറ്റേ ഒബ്ജക്റ്റ് പ്രോഗ്രാം വെച്ചിട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് നോക്കിയാൽ എന്താ കാണിക്കുള്ളൂ? ഒബ്ജക്റ്റ് ഉണ്ട്, വേറെണ്ണുണ്ട്, അതാണ് അത് ഒബ്ജക്റ്റ് ഉണ്ട്. ഇതാണ് ഒബ്ജക്റ്റ്. അത് ഈ ചില മീംസ് ഉണ്ട്, അതായത് ഈ സി ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡെവലപ്പേഴ്സ് ഒക്കെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞ മീംസ് ഉണ്ട്. അവർക്ക് പ്രാന്ത് പിടിക്കുന്നത്. ഇതിനകത്ത് നോക്കണേ, കണ്ടോ? അത് ഒബ്ജക്റ്റ് ആണ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്, നമുക്ക് പഠിക്കാതെ. നമ്മൾ സാറിന് അത് യൂസ് ചെയ്യാറ് ഇപ്പോൾ ലൊഡാഷ് എന്ന് പറയുന്ന പാക്കേജ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ടൈപ്പ് ഓഫ് നോക്കിയാൽ ഒബ്ജക്റ്റ് തന്നെ കാണിക്കുള്ളൂ, അല്ല ഡയറക്റ്റ് വേറെ വഴിയില്ല. ചെയ്തത് അടുത്തോട്ടെ. അടുത്താണ് സ്പ്ലൈസ്. ഓക്കെ, സ്പ്ലൈസ് എന്താ വെച്ച് കഴിഞ്ഞാല് ഏതാ അല്ലല്ല സ്മോൾ, അതായത് സ്പേസ് ഇട്ടിട്ടാണ്. നമുക്കൊരു അറയുണ്ട്, ഓക്കെ ആണല്ലോ. നമുക്ക് ഈ അറയ്ക്കകത്ത് നിന്ന് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യണം, ഓക്കെ ആണല്ലോ. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസ് ആയിരിക്കും. നമുക്ക് പോപ്പ് ഉപയോഗിക്കാം. പോപ്പ് ഉപയോഗിച്ചുള്ള എന്താ ലാസ്റ്റ് എലമെന്റ് ഇറങ്ങുകയുള്ളൂ. നമുക്ക് ഇടയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന ഇൻഡെക്സ് നമ്പറുള്ള ഒരു എലമെന്റ് പോകണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സ്പൈസ്. അതായത് നമുക്ക് ഇവിടെ ഉണ്ട് AR ഡോട്ട് സ്പൈസ് എന്ന് കൊടുക്കാം. ബ്രാക്കറ്റില് നമ്മൾ ഏത് എലമെന്റ് നമ്മുടെ ഉദ്ദേശം എന്താ, നമ്മുടെ ഉദ്ദേശം ഫോൾസ് വേണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുക്കും. എന്താ ഇൻഡെക്സ്? 0, 1, 2. ഞാൻ 2 എന്ന് എടുത്തു. ഓക്കെ, രണ്ടാമത്തതിന് പറഞ്ഞു വരണം ഡിലീറ്റ് കൗണ്ട്. ഒന്നാമത്തത് സ്റ്റാർട്ടിങ് ഇൻഡെക്സ്, രണ്ടാമത് ഡിലീറ്റ് കൗണ്ട്. എത്ര എണ്ണം ഡിലീറ്റ് ചെയ്യണം? ഓക്കെ, ഞാനിവിടെ 1 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ പൊസിഷനിലുള്ള എലമെന്റ് മാത്രം ഡിലീറ്റ് ആവും. ഞാനിവിടെ 2 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ പൊസിഷനിൽ തുടങ്ങി 2 എണ്ണം, അതായത് രണ്ടാമത്തെ പൊസിഷന് മൂന്നാമത്തെ പൊസിഷൻ. ഇത് എൻഡിങ് അല്ല, മനസ്സിലായി? ഒന്നാമത്തെ എന്താ സ്റ്റാർട്ടിങ് ഇൻഡെക്സ്, രണ്ടാമത്തെ ഡിലീറ്റ് കൗണ്ട് ആണ്. ഞാനിപ്പോ 2,1 എന്ന് കൊടുത്തിട്ട് കൺസോൾ ചെയ്യാൻ വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗ്. അതാണ് എലമെന്റ്സ്. ഇപ്പൊ ഓക്കെ, ഞാനിവിടെ AR ഡോട്ട് സ്പ്ലൈസ് 2,1 എന്ന് കൊടുത്തു. ഈ 2 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇൻഡെക്സ്, അതായത് ഏത് ഇൻഡെക്സിലാണ് ഈ ഡിലീറ്റിംഗ് സ്റ്റാർട്ട് ആവേണ്ടത്. നമ്മൾ നോക്കുവാണെങ്കിൽ 2 ഏതാ? 0, 1, 2. ഫോൾസ് ആണ് 2. ഓക്കെ ആണല്ലോ. 1 എന്ന് കൊടുത്താൽ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് തുടങ്ങി ഒരെണ്ണം ഡിലീറ്റ് ആവും. ഒരെണ്ണം ഡിലീറ്റ് ആവുമെന്ന് പറയുമ്പോൾ എന്താ ഡിലീറ്റ് ആവുക? ഫോൾസ് പോയി. ഞാനിവിടെ 2 കൊടുത്താൽ 2ൽ തുടങ്ങി 2 എണ്ണം, അതായത് 2 തുടങ്ങി 2 എന്ന് പറയുമ്പോൾ ഏതാ? കണ്ടോ? ഞാൻ ഇവിടെ 3 കൊടുത്താൽ 3 100 പോയി. 100 അല്ല, ഫോൾസ് കുറഞ്ഞ് മാംഗോ. മനസ്സിലായോ? അപ്പൊ ഇത് സ്റ്റാർട്ടിങ് ഇൻഡെക്സും ഇത് ഡിലീറ്റ് കൗണ്ട്. ഡിലീറ്റ് കൗണ്ട് എൻഡിങ് അല്ല, ഡിലീറ്റ് കൗണ്ട് ആണ്. മനസ്സിലായോ? ട്രൈ ചെയ്ത് നോക്കിയേ. കേട്ടോ? ഡിലീറ്റ് ചെയ്യുമ്പോ മാറും.
ചെയ്തോ? എല്ലാരും കിട്ടിയോ? ഓക്കെ, ഇപ്പൊ അടുത്ത് നോക്കാം. അടുത്തത് സ്പ്ലൈസിന് വേറെ ഗുണമുണ്ട്. ഓക്കെ, സ്പ്ലൈസ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു എലമെന്റ് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. അതായത് ഇപ്പൊ നോക്കിക്കോ, നമുക്കിത് സിമ്പിൾ ആക്കാം, ഇത്തിരി വേണ്ട. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് 3 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്കറിയാലോ എന്താ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്, ഇത് ഡിലീറ്റ് കൗണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡിലീറ്റ് കൗണ്ട് അങ്ങ് 0 ആക്കി, ഒന്നും ഡിലീറ്റ് ചെയ്യണ്ട, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മാത്രം കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ കോമ ഇട്ട് കിവി എന്ന് കൊടുത്തു. ഇപ്പൊ എന്താ സംഭവിക്കാൻ നോക്കിക്കോണേ. നമ്മൾ മറ്റേ എന്താ AR ഓഫ് കൊടുത്തിട്ട് ഇപ്പൊ ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്താൽ റീപ്ലേസ് ആണ് ചെയ്യുക ഇല്ലേ? ആ പൊസിഷനിൽ എന്തായിരുന്നു കിടന്നത് അത് മാറ്റിയിട്ട് പുതിയ വെക്കും. അപ്പൊ നോക്കാം എന്താ സംഭവിക്കാന്ന്. സംഭവിച്ചേ ആ, അതായത് നമ്മൾ കൊടുത്ത പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ കിവി ആഡായി. നമ്മൾ ഡിലീറ്റ് കൗണ്ട് 0 കൊടുത്തോണ്ട് തന്നെ ഒന്നും ഡിലീറ്റ് ആയിട്ടില്ല. രണ്ടാമത്തെ പൊസിഷന് കിവി ആഡായി. രണ്ടാമത്തെ പൊസിഷൻ കിടന്ന ഫോൾസിന് എന്ത് സംഭവിച്ചു? അത് തള്ളി അടുത്തിലേക്ക് പോയി. ഓക്കെ ആണല്ലോ. ഞാനിവിടെ ഡിലീറ്റ് കൗണ്ട് 1 ആണ് കൊടുത്തെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ പൊസിഷനുള്ള എലമെന്റ് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ കിവി വരും. കണ്ടോ, 0 കൊടുത്തോണ്ട് എന്ത് ചെയ്തു? ആ പൊസിഷനിലേക്ക് ഇൻസേർട്ട് ആയി. അപ്പം ആ പൊസിഷന് ശേഷം ആ പൊസിഷനിൽ കിടന്ന സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് തള്ളും. നമുക്ക് വേണമെങ്കിൽ കിവി നോക്കിക്കോ, ഞാൻ കിവി ഓറഞ്ച് കൊടുത്തു. ഓക്കെ, ഇപ്പൊ സംഭവിക്കാൻ നോക്കിക്കോ, രണ്ടാമത്തെ പൊസിഷനിൽ കിവി വന്നു, അടുത്ത പൊസിഷനിൽ ഓറഞ്ച് വന്നു, എന്നിട്ടേ ബാക്കിയുള്ള എലമെന്റ്സ് വരുള്ളൂ. എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മൾ ഡിലീറ്റ് കൗണ്ട് കൊടുത്താൽ ആ പൊസിഷനിലുള്ള എലമെന്റ് ഡിലീറ്റ് ചെയ്തിട്ട് വരും. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ എത്രയാണോ കൗണ്ട് കൊടുക്കുന്നത് അത്രയും എലമെന്റ്സ് ഡിലീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒന്നും പോകുന്നില്ല. മറ്റേ ആണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുക. മനസ്സിലായോ? ട്രൈ നോക്കിയതോടെ. ഇതൊക്കെ നമുക്ക് ഇനി ആവശ്യമുണ്ട്, അപ്പൊ നിങ്ങൾ അത് ഓർത്തിരിക്കുക.
ചെയ്തോ? ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത്, ഇനി ഒരു അറയ്ക്കകത്ത്, ഓക്കെ, ഒരു അറയ്ക്കകത്ത് നമുക്ക് ഒരു ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പൊ അതിനുള്ള എളുപ്പവഴിയാണ് ഇൻക്ലൂഡ്സ്. ഓക്കെ ആണല്ലോ? അതായത് നോക്കോ, നമുക്കൊരു അറയുണ്ട്, നമുക്ക് ഈ അറയ്ക്കകത്ത് 55 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. AR ഡോട്ട് ഇൻക്ലൂഡ്സ് ഓഫ് 55. എന്ത് കിട്ടി? ഉണ്ടെങ്കിൽ ട്രൂ തരും. ഇപ്പൊ നമ്മളിവിടെ ഒരു കോഴ്സിലാണ് 55 കൊടുക്കുന്നെങ്കിലോ വേറെ ആരെന്ന് വെച്ചാ, അപ്പൊ നമ്മൾ AR ഓഫ്, അതായത് ഇല്ല, അത് നമ്മള് അത് കാര്യം ആ ഇറക്കാത്തുള്ള മേലല്ലോ. ഇങ്ങനെ 3 കൊടുത്തു നമ്മളിവിടെ AR ഡോട്ട് ഇൻക്ലൂഡ്സ് ഓഫ് 23 ഫോൾസ്. നമുക്കിനി 1 ആണെങ്കിൽ ഫോൾസ്. കാര്യം അതുള്ള എവിടെയാണ്, അതിനകത്തുള്ളൊരു അറയ്ക്കാത്തല്ലേ, ഡയറക്റ്റ് എലമെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുള്ളൂ, ചെക്ക് ചെയ്യില്ല. ഏതാടാ? ഇല്ല, അതകത്തുള്ള മാത്രം. ഇപ്പൊ AR ഓഫ് 0 1 2 3 അല്ലേ, ഇങ്ങനെ കൊടുക്കേണ്ടി വരും. കോഡ് മാറിപ്പോയി, ട്രൂ കണ്ടോ? ഓക്കെ, ഇതാണ് ഇൻക്ലൂഡ്സ്. ഈ ഇൻക്ലൂഡ്സിന് വേറെ ഇതുണ്ട്, അതായത് ഒരു സ്ട്രിങ്ങിൽ നമുക്ക് ചെക്ക് ചെയ്യാം. കേട്ടെ നോക്കുകയാണെങ്കിൽ str ഡോട്ട് ഇൻക്ലൂഡ്സ് കണ്ടോ, ഒരു സ്ട്രിങ്ങിൽ ഒരു ക്യാരക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ നമുക്ക് PL എന്ന് കൊടുത്തു, ട്രൂ. ഒരു പാറ്റേൺ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പൊ PLA എന്ന് കൊടുത്തു, ഫോൾസ്. അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. PLE ആണെങ്കിലോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതാണ് ഇൻക്ലൂഡ്സ്. അറയിലും സ്ട്രിങ്ങിലും ഇത് യൂസ് ചെയ്യാം. സ്ട്രിങ് ചെക്ക് ചെയ്യും, ട്രൂ കാണിക്കും. നോക്കാം, ഇതല്ലേ പക്ഷെ, അതായത് AR ഓഫ് 0 അല്ലേ, ഡോട്ട് ഇൻക്ലൂഡ്സ് ഓഫ് E. പേര് 0 എന്ന് പറയുമ്പോൾ സ്ട്രിങ് ആയി, സ്ട്രിങ് ഡോട്ട് ഇൻക്ലൂഡ്സ് എന്നാവും. ചെയ്ത് നോക്ക്.
ചെയ്തോ? ചെയ്താ? ഏറ്റവും കിട്ടിയില്ലേ? AR സ്ക്വയർ ബ്രാക്കറ്റ് ഇട്, എന്നിട്ട് ആ ആരുടെ ഇൻഡെക്സ് നമ്പർ ഇട്. AR ഇല്ല, അതുണ്ട്. AR കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്, അതിനുശേഷം ഡോട്ട്. ഡോട്ട് ഇൻക്ലൂഡ്സ്. കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, ആരും കയറിയില്ലേ? സമയമുണ്ട്. അടുത്താണെന്ത് നോക്കിയേ, ആരെ ലൂപ്പിംഗ്. നമ്മളെന്തിനാ ആരെ ലൂപ്പ് ചെയ്യുന്നേ? അതിലുള്ള ഓരോ എലമെന്റ് ആക്സസ് ചെയ്യാൻ. ഓക്കെ ഓക്കെ ആണല്ലോ, അതിനാണ് ലൂപ്പിങ്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഫോർ ലൂപ്പ് ഇട്ടിട്ട് ആറിലുള്ള ഓരോ എലമെന്റിനെ ലൂപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ, അപ്പൊ ആലോചിക്കാം. 11 എയർ ലൂപ്പിംഗ്. ഓക്കെ, നമുക്ക് നോക്കാം. അതെ, എന്റെ ആവശ്യത്തിൽ ഈ ആറിലുള്ള ഓരോ എലമെന്റും പ്രിന്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ, നമ്മൾ എന്താ ചെയ്യുക? കൺസോൾ ഡോട്ട് ലോഗ് AR ഓഫ് 0 അല്ലേ, 1 2 3 0 1 2 3 സേവ് ചെയ്യുന്നു. നോഡ് 11 അല്ലേ, കിട്ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കാണാൻ പറ്റും, റിപ്പീറ്റഡ് ആക്ഷൻ ആണ് ഇല്ലേ? ഇപ്പൊ 10 എണ്ണം ഉണ്ടെങ്കിൽ 10 വട്ടം പ്രിന്റ് ചെയ്യേണ്ടി വരും. എല്ലാം റിപ്പീറ്റഡ് ആണ്. ആകെ മാറുന്ന എന്ത് മാത്രമാണ്? ഇൻഡെക്സ് നമ്പർ മാത്രം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ഇതിന് പകരം ശ്രദ്ധിക്കുന്നത്, ഇതിന് പകരം ഫോർ ലൂപ്പ് ആഡ് ചെയ്യാം. ഫോർ var I equal to 0. ഓക്കെ, നമുക്ക് എത്ര വട്ടം പ്രിന്റ് ചെയ്യണം? അപ്പൊ എത്ര വട്ടമാണ്? ഇപ്പൊ നോക്കിട്ട് പറയാം. അപ്പൊ എന്തായിട്ട് പറയണ്ട, അല്ല എത്ര പറ? 1 2 3 4. 4 വട്ടം വർക്ക് ആവണം. അപ്പൊ നമ്മുടെ ലൂപ്പ് 4 വട്ടം വർക്ക് ആണ്. അപ്പൊ അതിനായിട്ട് ഇത് കണ്ടീഷൻ പറ. അതാണ് വലിയ പറയാം. തൽക്കാലം 4 എന്ന് കൊടുത്തു. ഓക്കെ, സെമിക്കോൺ ഇട്ടില്ല. ഇനി അടുത്തത് I++. എന്താ I++? ഇവിടെ ഞാൻ ചുമ്മാ കൺസോൾ ഡോട്ട് ലോഗ് ABCD എന്ന് കൊടുത്താൽ ഇത് എത്ര വർക്ക് ആവാൻ നോക്കാം. നോഡ് 11 4 കേട്ടോ. കാര്യം 0 1 2 3 4 വരില്ല. കാര്യം ലെസ് ദാൻ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? ഇപ്പം നിങ്ങൾ നോക്കുവാണല്ലോ, ഫസ്റ്റ് ലൂപ്പിൽ ഐയുടെ വാല്യൂ എന്താ? 0. സെക്കൻഡ് ലൂപ്പിൽ 1, തേർഡ് ലൂപ്പിൽ 3 2, ഫോർത്ത് ലൂപ്പിൽ 3. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് എന്ത് കൊടുക്കാം? AR ഓഫ് I എന്ന് കൊടുത്തു. ഫസ്റ്റ് ലൂപ്പ് വർക്ക് ആവുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 ആണ്. അപ്പൊ എന്ത് പ്രിന്റ് ആവും? AR ഓഫ് I എന്താ? AR ഓഫ് 0 എന്താ? ആപ്പിൾ. സെക്കൻഡ് ലൂപ്പിലെ ഐയുടെ വാല്യൂ 1 ആവും, ഓറഞ്ച്. കിട്ടിയില്ലേ? ഇത് എഴുതേണ്ട ആവശ്യമില്ല, വേറെ ലൂപ്പ് എഴുതി.
മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കിവി എഴുതി, അപ്പോഴോ അപ്പൊ എന്ത് ചെയ്യണം? 5 അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടണം. അതിന് വരെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഡയറക്റ്റ് വന്നിട്ട് AR ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്താൽ പോരെ. മനസ്സിലായോ? അപ്പം 1 2 3 4 5 ആണ് ലെങ്ത്. അപ്പം 4 വരെ വരും. 0 1 2 3 4 കറക്റ്റ് ആയില്ലേ? ഓക്കെ, നമ്മളെ കണ്ടീഷൻ ഇനിയിപ്പോ നമ്മൾ എത്ര എലമെന്റ് ആഡ് ചെയ്താലും നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി എടുത്തോളും അല്ലേ? അപ്പൊ ഞാനിത് റൺ ചെയ്യാണ്. അപ്പം അറയിലുള്ള ഓരോ എലമെന്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലൂപ്പിംഗ് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് വേർഷന്? ഓക്കെ, ഇതാണ് സംഭവം. ട്രൈ ചെയ്ത് നോക്കിയേ കേട്ടോ. ഇനി കുറച്ച് ടാസ്കേ ഉള്ളൂ, നിങ്ങൾ പോയിട്ടോ. നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ ടാസ്ക് ചെയ്തിട്ട് തരണം. ഞാൻ ഈ സ്ലൈഡ് ഇട്ടില്ലായിരുന്നു ഗ്രൂപ്പിൽ? ഈ സ്ലൈഡ് ഗ്രൂപ്പ് ഇട്ടില്ലായിരുന്നോ? ചെയ്ത് നോക്ക്. ഏതാ അറിയോ? മതി മതി മതി. ചെയ്തത് എല്ലാവരും മനസ്സിലായത്? ടാസ്ക് ആട്ടെ, അടുത്തൊരു സെറ്റപ്പ് ഉണ്ട്, അതിലേക്ക് വരാം. ടാസ്ക് ആയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു അറയുണ്ട്, നമ്പർ അറയാണ്. അറയ്ക്കകത്ത് ഫുള്ള് നമ്പേഴ്സ് ആണ്.
നമുക്ക് വേണ്ടത് ആ അറയിലുള്ള നമ്പേഴ്സിന്റെ എല്ലാം കൂടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. രണ്ടാമത്തെ പ്രോഗ്രാമോ, ഒരു അറേ ഉണ്ട്, കുറെ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ കൊടുക്കുകയാണ് വാർ EL ഈക്വൽ ടു ആപ്പിൾ എന്ന് കൊടുത്താൽ ആ അറയ്ക്കകത്തുള്ള ആപ്പിളിന്റെ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റിനോ? അത് മൂന്നെണ്ണം ചെയ്യാം ആദ്യം. ശരി,
മാംഗോ വേണമെന്ന് പറയും. മാംഗോ ടൈപ്പ് ചെയ്യും. ഇൻപുട്ട് കൊടുക്കണ്ട, യൂസർ ഇൻപുട്ട് വേണ്ട. അതിൽ തന്നെ ഒരു വേരിയബിൾ കൊടുത്തിട്ട് ഒരു വേരിയബിള് ഒരു വേരിയബിൾ മാംഗോ ആ വേരിയബിൾ ചെക്ക് ചെയ്ത് അതേ ഐ കിടക്കുന്നുണ്ട്. നീ യൂസർ ഇൻപുട്ട് യൂസർ ഇൻപുട്ട് വന്നല്ലോ കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിന്റെ സിമ്പിൾ സ്ക്വയറിനല്ല പവറിന് രണ്ട് സ്റ്റാർ.
സാധാരണ പ്രിന്റ് ചെയ്യാം. അതിന് നാളെ കൺസോള് കൈ കൊടുത്തു ഡിസംബറിൽ വരുള്ളൂ. അതേപോലെ കൊടുക്കുന്ന തൊട്ട് താഴെ ബ്ലാക്ക് ലൈറ്റ് കൊടുത്തത് അല്ലെങ്കിൽ അത് ഈ വേറെ സ്റ്റോറികളോ അങ്ങനെ എനിക്കില്ലാതെ ഉപ്പൻ്റെ ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ വരുമ്പോ അതിന് നേരെ താഴെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞു അപ്പൊ എല്ലാത്തിന്റെ ഡിസംബറും ഓറഞ്ച് വേണമെങ്കിൽ അതിന്റെ മാത്രമാണ് കിട്ടുന്നത്. അല്ലാതെ അതിനകത്തുള്ള എല്ലാവരുടെയും അതൊരു കമ്പാരിസൺ വന്നിട്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്.
ഇൻഡെക്സ് നമ്പർ എടുക്കാൻ വേണ്ടി അതിലെടുക്കാൻ ഇൻഡെക്സ് നമ്പർ എടുക്കാൻ വേണ്ടി അതിലെടുക്കാൻ ഇങ്ങനെയാണ് കിട്ടിയത്. ഞാൻ ചിന്തി എങ്ങനെയാ ഞാൻ പറഞ്ഞത് ഇൻഡെക്സ് നമ്പർ എടുക്കാൻ വേണ്ടി അതിലെടുക്കുന്ന അത്രേ ഉള്ളൂ. അതിൽ വേറെ വേരിയബിൾ സ്റ്റോർ ചെയ്തത് അത് പുറത്തുനിന്ന് ഈ മലയാളത്തിൽ പറഞ്ഞു കിട്ടുന്നില്ല. മലയാളത്തിൽ നമ്മളിപ്പോ കുടിച്ചോണ്ടിരിക്കുന്നു. അത് വെച്ച് കാണില്ല. നമുക്കിനകത്ത് കണ്ടുപിടിക്കേണ്ട ഇൻഡെക്സ് നമ്പർ നമുക്ക് ഏതിന്റെയാണ് ഇങ്ങനെ അറിയില്ല. അതായത് ആരെ കിട്ടിയോ രണ്ടാമത്തെ? അതായത് നമ്മളെ നിങ്ങളിങ്ങനെ ആലോചിക്കേ, ഇങ്ങനെ ആലോചിക്കുക. അതായത് ഇതിന്റെ ലോജിക്ക് ചെയ്യാനേ, ഈ ലൂപ്പിന്റെ ലോജിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്ന പോലെ ആലോചിക്കുക. അതായത് ഇങ്ങനെ ആലോചിക്കുക. ഫസ്റ്റ് ആലോചിക്കുക, ഒരറയുണ്ട്. ഓക്കെ, ഒരറ. നമ്മൾ ഇപ്പൊ ഞാൻ ഒരു അറ എഴുതാം. ഓക്കെ, ഈ അറയ്ക്കകത്ത് മാംഗോ ഉണ്ടാവാൻ ചെക്ക് ചെയ്യണ്ട. ഉണ്ടോ? എങ്ങനെ കണ്ടുപിടിച്ച്? നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്നു, കാണുന്നു, മാംഗോ കാണുന്നു നമ്മൾ പറയുന്നു അല്ലേ? പക്ഷെ ലൂപ്പിന്റെ കേസിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഒരെണ്ണേ കാണാൻ പറ്റുള്ളൂ ഓർഡറിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആപ്പിള് ഫസ്റ്റ് എലമെന്റ് നോക്കുക. ഓറഞ്ച് ആണോ? മാംഗോ ആണോ? അല്ല. രണ്ടാമത്തെ എലമെന്റ് നോക്കുക. മാംഗോ ആണോ? അല്ല. മൂന്നാമത്തെ എലമെന്റ് നോക്കുക. മാംഗോ ആണോ? അതെ. അപ്പൊ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക മാംഗോ ആണ്. ഇതാണ് നമ്മുടെ ലോജിക്ക്. അപ്പൊ നമുക്ക് ഓരോ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? ലൂപ്പ് ഉപയോഗിക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഓരോ എലമെന്റ് എന്താണോ ചെക്ക് ചെയ്യുക, ഇഫ് എന്താ AR of I ഈക്വൽ ടു എന്താ ചോദിച്ചെങ്കിൽ ഇൻഡെക്സ് അല്ലേ ചോദിച്ചേക്കുന്നത്? ഓക്കെ, അപ്പം ഈക്വൽ ടു I എന്ന് പറയുമ്പോൾ ഇപ്പൊ ആദ്യത്തെ എലമെന്റ് ഇല്ലേ? അല്ല. രണ്ടാമത്തെ എലമെന്റ് അല്ല. മൂന്നാമത്തെ എലമെന്റ് ആണ്. അപ്പോഴത്തെ I ആയിരിക്കും അതിന്റെ ഇൻഡെക്സ് അല്ലേ? ആ ലൂപ്പ് അവിടെ വരുമ്പോൾ I ആയിരിക്കും അതിന്റെ ഇൻഡെക്സ്. കാര്യം ആദ്യമേ I 0 ആയതുകൊണ്ടാണ് ഫസ്റ്റ് ആപ്പിൾ കിട്ടി. അടുത്ത I 1 ആയി മാംഗോ ഓറഞ്ച് കിട്ടി. അടുത്ത I 2 ആയി മാംഗോ. അപ്പൊ മാംഗോ ഈക്വൽ. അപ്പൊ എന്ത് ചെയ്താൽ മതി? കൺസോൾ ഡോട്ട് ലോഗ് എന്ത് കൊടുത്താൽ മതി? I അല്ലേ? നമ്മൾ റൺ ചെയ്യുന്നു, അത് കിട്ടി. സിമ്പിൾ ലോജിക് അല്ലേ? എന്തോ ബ്രേക്ക് എഴുതാം. ഇപ്പൊ ബ്രേക്ക് എഴുതുവാണെങ്കിൽ ലൂപ്പിന് എക്സിറ്റ് ആവും. അത് എല്ലാം വരാം. മൂന്നാമത്തെയോ? സ്റ്റാറിന്റെയോ? കിട്ടില്ല ഇത്. അത് ഞാൻ ചെയ്ത് കാണിച്ചാൽ ഇപ്പൊ നിങ്ങൾ ആ ഒരു അപ്പോട്ടെ ചെയ്യാം. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഇത് ഞാൻ ചെയ്താണെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. അതായത് എത്ര വട്ടമാണ് പ്രിന്റ് ചെയ്യേണ്ടത് അത്രയും വട്ടം ഈ ലൂപ്പ് റൺ ചെയ്യാം. ഓക്കെ, ഇതിപ്പം ഈ ലൂപ്പ് എടുക്കാം. ഓക്കെ, ഈ ലൂപ്പ് എത്ര വട്ടം റൺ ചെയ്യും? 5 വട്ടം. 1 2 3 4 5 അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് var സ്റ്റാർ ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാർ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് വന്നിട്ട് കൺസോൾ ലോഗ് എന്ത് കൊടുക്കുന്നു? സ്റ്റാർ കൺസോൾ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർ ഈക്വൽ ടു എന്താണോ സ്റ്റാറിലുള്ളത് അതേ പ്ലസ് ഒരു സ്റ്റാർ കൂടെ. ഞാൻ റൺ ചെയ്യാണ്. നോഡ് ടാസ്ക് കിട്ടിയില്ലേ? ഇനി നമ്മുടെ സ്പേസ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്ന സമയത്ത് സ്പേസ് ഇട്ട് ആഡ് ചെയ്താൽ മതി. മനസ്സിലായോ? എളുപ്പമല്ലേ അത്? നിങ്ങൾക്ക് ചിന്തിച്ച് അവിടെ എത്താവുന്നേ ഉള്ളായിരുന്നു. നീ എത്തും. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അത് ഞാൻ ചെയ്ത് കാണിക്കായിരുന്നേ. നിങ്ങൾ കുറെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. അങ്ങനെ ആലോചിച്ച് എത്താന്നുള്ളതാണ്. ഇത് നോക്കി, ഇത് ചെയ്തെന്താ മനസ്സിലായോ? ആദ്യം ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു, പിന്നെ അയാൾക്ക് ഒരു സ്റ്റാർ ആഡ് ചെയ്തു, പിന്നെ അത് പ്രിന്റ് ചെയ്തു, പിന്നെ ഒരു സ്റ്റാർ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ദിവസം വരുമ്പോൾ ചെയ്യേണ്ടത് ഈ പാറ്റേൺ ആണ്, ട്രയാങ്കിൾ പാറ്റേൺ.
തിരിച്ചല്ല. ഇപ്പൊ ഞാൻ ഇത് ചെയ്ത ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യരുത്. മനസ്സിലായി? ഇപ്പൊ ഞാനിപ്പോ ചെയ്ത പോലെ ആയിരിക്കും ഇത് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലുള്ള സ്റ്റാർ വരണം ഫുള്ള്. എന്തോ ഉപയോഗിക്കേണ്ടി വരും. നോക്ക് സിംഗിള് ഞാൻ സിംഗിൾ ചെയ്ത് നോക്കില്ല, ഞാൻ നോക്കിട്ട് പറയാം. ഇല്ലടാ, കാര്യം സ്പേസും ഇവിടെ കൺട്രോൾ ചെയ്യണം. ഈ സ്പേസ് കൺട്രോൾ ചെയ്യണം, പറ്റില്ല. രണ്ടിൽ പോകണം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം ചെയ്തേ. നീ മൂന്നെണ്ണം ചെയ്തോടാ. ആ 1 2 3 4 5 6. ഓക്കെ, ബാക്കി ഇവിടെ ചെയ്തോ. നീ അടങ്ങയാണോ? അടങ്ങയാണോ? ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് എല്ലാം റിമൂവ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അല്ല, ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ല, ഇപ്പം ഒരെണ്ണം ബാക്ക് വെക്കണം. എല്ലാം വേണ്ട. പാലക്കാട് കുറെ എലിമെന്റ്സ് ഉണ്ടാവും, കുറെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവും. ആപ്പിൾ തന്നെ കുറെ ഉണ്ടാകാം, ഓറഞ്ച് തന്നെ കുറെ ഉണ്ടാകാം. എല്ലാ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവും. ഒരു ആപ്പിൾ
ഇങ്ങനെ കൊടുത്തിരുന്നതാണ് പിന്നെ പറഞ്ഞേ ഇവിടെ മറ്റു ടൂറിസ്റ്റ് ഫ്രീ അത് മാത്രം അങ്ങനെ മുങ്ങിട്ട് അത്രയും അങ്ങനെയാണെങ്കിൽ ഒരു വലിയ തപ്പുകൾ അത് എത്ര ദിവസത്തിന് ഏതാണ് ക്വസ്റ്റ്യൻ ആറാമത്തില്ലേ എത്രാമത്തെ ടാസ്കാ? എട്ടാമത്തെ എന്നതാ ഫുള്ള്
അതായത് ഒന്നിലധികം എനിക്ക് കൊടുക്കുക. അങ്ങനല്ല ഞാൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഒരു എലമെന്റ് മൂന്നോട്ടം കൊടുത്തില്ലെങ്കിൽ മൂന്നോട്ടം വരണമെന്നല്ലേ? കാണിക്കണം. നമ്പർ ഓക്കറൻസ് അല്ലേ? അവിടെ നാലാമത്തെ നമ്പർ അല്ലേ? ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഞാന് ഡ്യൂപ്ലിക്കേറ്റ്സിൽ പെട്ടെടുക്കാം. സിമിലർ എലമെന്റ്സ് ഞാൻ നാളെ ഒരു മണിക്കൂർ ഞാൻ കൊല്ലം ആലപ്പുഴ പോകണം. ആലപ്പുഴ സ്ഥലമല്ല, ആലപ്പുഴ ജില്ല. എല്ലാ ജില്ലയും സ്ഥലമുണ്ടല്ലോ. ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരുപാട് ദൂരം, 40 കിലോമീറ്റർ ഉണ്ട്. കൊല്ലം പോകണം, കൊല്ലം ജില്ല പോകും. ഇന്ത്യ ക്രിയേറ്റ് ചെയ്യാം. മൂന്നാമത്തേതോ? മൂന്നാമത്തെ. നാലാമത്തെയോ? ഡ്യൂപ്ലിക്കേറ്റ് അത് പുതിയൊരു ഇന്ത്യ ക്രിയേറ്റ് ചെയ്യാം. ചില കേസുകൾ നമുക്ക് ചിലപ്പം ഒരു ഗ്രൂപ്പ് തീർക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അടുത്ത സ്റ്റെപ്പായിട്ട് എന്നിട്ട് നമ്മുടെ നീ അറിയാമോ, എന്നിട്ട് നീ ചെയ്യണം ഫസ്റ്റ് കിലോമീറ്റർ ഇന്ത്യ ലോക്ക്ഡൌൺ ചെയ്യണം. ഇല്ലെങ്കിൽ അറിയണം.
ഏതാ മാത്സിലെ കോമൺ കോമൺ ആയിട്ടുള്ളത് രണ്ടറിയുണ്ട്, രണ്ടറിയിലും കോമൺ ആയിട്ടുള്ളത് ഏതാ പേര്? എന്തോ വി വെച്ചുള്ള പേരാണല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ അതിൽ
നമുക്ക് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഓക്കെ ഇന്ന് എടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു സംതിങ് ഇന്നെടുത്തിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അത് എടുക്കട്ടെ ഏതാ ഇൻസ്ട്രക്ഷൻ ആണോ? ഒരു വട്ടം മതി. ആ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പറഞ്ഞാൽ ഒരു വട്ടം മതി. അത് ഇൻട്രസ്റ്റ് രണ്ടെണ്ണം വേണ്ടി വരും. എന്തോ ഇൻട്രസ്റ്റ് ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു ലൂപ്പ് പോരെ? മറ്റേതെല്ലാം ചെക്ക് ചെയ്യണ്ടേ? രണ്ടറിയില്ലേ? ഒരു എലമെന്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ചെയ്യാം. ഇൻക്ലൂഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
ഓക്കെ മറ്റേ ഓക്കെ ഓക്കെ അത് ചെയ്തു മതി. ചേട്ടാ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ് ക്വസ്റ്റ്യൻ മനസ്സിലായത്? അതായത് ഒരു അറയുണ്ട്, അരക്കകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ആപ്പിൾ തന്നെ കുറെ ആയിട്ടുണ്ടാവും, ഒറിജിനെ കുറെ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പം എന്താ ആപ്പിളിന്റെ അതിനകത്തുള്ള കൗണ്ട് എണ്ണണം, എത്ര ആപ്പിൾ ഉണ്ട്.
അതന്നെ. ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചിന്റെ നമ്മൾ ഏതാണോ കൊടുക്കുന്നത് അതിന്റെ. ആ ഇപ്പൊ ഓരോ എലമെന്റ് അതിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും, കുറെ വട്ടം വന്നിട്ടുണ്ടാവും. നമുക്ക് അതിന്റെ എല്ലാ ഒക്കറൻസ് ഇപ്പൊ മാംഗോ ഒരു 5 മാംഗോ ഉണ്ടെന്ന് വെച്ചോ, അറക്കകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട്, അതിന് കൊടുത്തിട്ട് 5 മാംഗോ ഉണ്ട് പലയിടത്തായിട്ട്. എന്തോ ഇല്ല, പോപ്പിന്റെ ആക്കാവില്ല. നമുക്ക് ഇപ്പൊ പോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ലാസ്റ്റ് എലമെന്റ് റിമൂവ് ചെയ്യാൻ. ഇനി സ്പൈസ് ആണെങ്കിൽ നമുക്ക് ഒരു എലമെന്റ് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട 5 എണ്ണം ഉണ്ടെങ്കിൽ 5 എലമെന്റ് റിമൂവ് ആവണം. 5 മാംഗോ റിമൂവ് ആണ്. എത്ര വട്ടം മാംഗോ അതിനകത്തുണ്ടോ അതെല്ലാം റിമൂവ് ആണ്. ലൂപ്പ് വേണം അവിടെ എല്ലാം. ഇതെല്ലാം ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ട. ഓരോ എലമെന്റ് ചെക്ക് ചെയ്യാതെ ആപ്പിൾ ആണെങ്കിൽ അല്ലെങ്കിൽ മാംഗോ ആണെങ്കിൽ റിമൂവ് ചെയ്യുക. അങ്ങനെ എടാ അത് 2 സോളിലേ പറ്റുള്ളൂ. സൈഡ് വന്നാൽ മതി.